ഷാനവാസിന്റെ ഫ്യൂണറൽ കഴിഞ്ഞ് വരുമ്പോഴാണ് ഞാൻ ഇതിനെ പറ്റി കേട്ടത്. കാറിൽ വെച്ചിട്ടാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, എന്ത് വിഡിത്ത. ഞാൻ ആദ്യം എന്റെ റിയാക്ഷൻ ഇത് ബുൾഷിറ്റ് ആണ്. ഇറ്റ്സ് എ ബുൾഷിറ്റ്, ഇറ്റ് ഇസ് എ നോൺസെൻസ്. അതിനുശേഷം അപ്പൊ തന്നെ ഞാൻ ഇതിന് എന്താണ് കേസിന്റെ ആസ്പദമായ സെക്ഷൻസ് അത് അന്വേഷിച്ചപ്പോ FIR ആണല്ലോ ഇതിന്റെ ബേസ്. FIR ഞാൻ നോക്കിയപ്പോ എനിക്ക് തോന്നി എന്ത് ക്രൂരതയാണ് കാണിക്കുന്നത്. അവര് ഏതോ നല്ല സിനിമ തന്നെയാണത്, നമ്മൾ കണ്ട സിനിമകളാണ്, സെൻസർ ബോർഡ് പെർമിറ്റ് ചെയ്ത സിനിമകളാണ്. അത് ആ സമയത്ത് ആർക്കും തോന്നാത്ത മാതിരിയുള്ള ഇമ്മോറൽ ട്രാഫിക്കിന് പോയി അതിന് പോയി കാശുണ്ടാക്കി. എന്ത് ഒരു ഇൻജസ്റ്റിസ് ആണ് ശ്വേതാമേനോട് ചെയ്തിട്ടുള്ളവര്. ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഐ വിൽ ബി വിത്ത് ഹർ. എന്റെ ഓപ്പോസിറ്റിൽ നിൽക്കുന്നതനുസരിച്ച് ഞാൻ പ്രതിപക്ഷത്തെ ഏറെ ബഹുമാനിക്കുന്ന ഒരാളാണ്, ആസ് എ പൊളിറ്റിക്കൽ ലീഡർ, മനസ്സിലായില്ലേ. അപ്പൊ ഞാൻ എന്റെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അതിന്റെ എരിയൊന്ന് തീയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ഞാനല്ല. അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഞാൻ ഐ വിൽ ബി വിത്ത് ഹിം, കൂടെ നിൽക്കും. ഞാനും അയാൾ തമ്മിൽ മത്സരം വേറെ, അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസിന് ഞാൻ ആളുടെ ഒപ്പം നിൽക്കുന്നു. അതായത് എന്റെ സ്വഭാവമാണ്. അപ്പൊ ഞാൻ ഉടനെ പറഞ്ഞത് ഒരിക്കലും ഫസ്റ്റ് റിയാക്ഷൻ എൻ്റെ അതായിരുന്നു. ഫസ്റ്റ് റിയാക്ഷൻസ് എനിക്ക് തോന്നുന്നു 24 ആണെന്നും കൊടുത്തത്. ഒരു വീട്ടിലേക്ക് വന്നു, എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ഞാൻ ഒരിക്കലും അത് അംഗീകരിക്കില്ല. അതൊരു ഫോൾസ് കേസാണ്, ഒരു ഫേക്ക് കേസാണ്. ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും തന്നെ പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, നിങ്ങൾക്കത് അഡ്വാൻറ്റേജ് ആയിട്ട് വരില്ലേ? ഞാൻ പറഞ്ഞു, അങ്ങനെ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ജയിക്കണ്ട, അങ്ങനെ അഡ്വാൻറ്റേജസ് എനിക്ക് ജയിക്കേണ്ട ആവശ്യം. ഐ എം എ ഫൈറ്റർ. അപ്പോൾ ഞാൻ ഒരു കാരണവശാലും എനിക്കത് സ്വീകരിക്കില്ല.